വരുവാൻ തക്കണം എന്ന് തന്നിരിക്കുന്നു. ഞങ്ങളെ വായിക്കുന്ന വചനം ഞങ്ങളുടെ ജീവിതത്തെ എന്നേക്കുമായിട്ട് ട്രാൻസ്ഫോം ചെയ്യാൻ തക്കണം. സ്വർഗത്തിലെ ദൈവത്തിന്റെ വചനം ഞങ്ങൾ ഓരോരുത്തരോടും സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. യേശു കർത്താവിന്റെ നാമത്തിൽ റോമർ 10:17 വായിക്കാം. റോമർ 10:17 ഇങ്ങനെ പറയുന്നേ: ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്. ആക്ച്വലി ഈ വചനം ഞാൻ എങ്ങനെയാ കേട്ടത്? കേൾവി എന്നല്ലേ പറഞ്ഞു കേട്ടത്. നമ്മുടെ ചേർച്ചില് ഈ ദിവസങ്ങളിൽ നടക്കുന്ന വെക്കേഷൻ ബൈബിൾ സ്കൂളിനകത്ത് ഒരു മനപ്പാഠ വാക്യമാണ്. ഫെയ്ത്ത് കംസ് ബൈ ഹിയറിംഗ് ആൻഡ് ഹിയറിംഗ് ബൈ ദ വേർഡ് ഓഫ് ക്രൈസ്റ്റ്. എനിക്ക് കഴിഞ്ഞ ദിവസം ഞാനത് എത്ര കറക്റ്റ് ആണെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ അതിന് മുമ്പ് എൻ്റെ ഒരു അനുഭവം പറയുന്നതിന് മുമ്പ് അതിന്റെ കുറച്ച് കാര്യങ്ങൾ പറയട്ടെ. എങ്ങനെയാ വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ വരുന്നത്? വിശ്വാസം ഹൃദയത്തിൽ വരാൻ ഒറ്റ മാർഗമേ ഉള്ളൂ, ക്രിസ്തുവിന്റെ വചനത്താൽ. അതാണ് നമ്മൾ വായിച്ചത്. ഒന്നുകൂടെ വായിക്കാം. 17-ാം വാക്യം, റോമർ 10:17 വാക്യം. ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. ക്രിസ്തുവിന്റെ വചനം കേൾക്കാതെ വിശ്വാസം വരാനായിട്ട് യാതൊരു മാർഗവും ഇല്ല. നമ്മൾ ബാക്കി എല്ലാം കേൾക്കുമായിരിക്കും. ലോകത്തിലെ ആൾക്കാർ പറയുന്ന കേൾക്കും, നമ്മുടെ പ്രശ്നങ്ങൾ കേൾക്കും, പ്രയാസങ്ങൾ കേൾക്കും, നമ്മുടെ മുട്ടുവേദന കേൾക്കും, നമ്മുടെ ഹൃദയത്തിലെ പ്രയാസങ്ങൾ കേൾക്കും, നമ്മുടെ ഭാരങ്ങൾ നമ്മൾ കേൾക്കും, നമ്മൾ പറയുന്നതിന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കും. പക്ഷെ ക്രിസ്തുവിന്റെ വചനം നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ അത് ഉണ്ടാക്കുന്ന വ്യത്യാസം അത് എനിക്ക് പറയാൻ സാധിക്കില്ല. കാരണം ക്രിസ്തുവിന്റെ വചനം, ആദിയിൽ ദൈവം ഉണ്ടായിരുന്നു, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്ന പറയുന്നത്. നമ്മള് ക്രിസ്തുവിന്റെ വചനം കേൾക്കുമ്പോൾ ക്രിസ്തു തന്നെയാണ് അവിടെ ഉള്ളത്. ഞാൻ ഓർക്കുമായിരുന്നു ആ 10, നമുക്ക് ആ വാക്യഭാഗം പിന്നെ ഒന്ന് വായിക്കാം. ആക്ച്വലി അല്ലെങ്കിൽ ഇപ്പൊ തന്നെ വായിക്കാം. ആവർത്തന പുസ്തകം 4-ാം അധ്യായം. ആവർത്തനം, ഡ്യൂട്രോണമി ചാപ്റ്റർ 4, ആവർത്തന പുസ്തകം 4-ാം അധ്യായം. ആവർത്തന പുസ്തകം 4-ാം അധ്യായം, അതിന്റെ 30, 31, 39 വായിക്കാം. ഈ 39 ആദ്യം വായിക്കുക. ആകയാൽ മീതെ സ്വർഗത്തിലും താഴെ ഭൂമിയിലും യഹോവ തന്നെ ദൈവം, മറ്റൊരുത്തനുമില്ല എന്ന് നീ ഇന്ന് അറിഞ്ഞ മനസ്സിൽ വെച്ചുകൊള്ളുക. അതായത് എന്ത് സംഭവിച്ചാലും ആകാശത്തിന് കീഴെ മീതെ സ്വർഗത്തിലും താഴെ ഭൂമിയിലും യഹോവ തന്നെ ദൈവം, മറ്റൊരുത്തനുമില്ല എന്ന് നീ ഇന്ന് അറിഞ്ഞ മനസ്സിൽ വെച്ചുകൊള്ളുക. ഈ വാക്യം ഞാൻ വായിച്ചപ്പോഴ് ഞാൻ ഓർത്തു, ഈ കാര്യം നമ്മുടെ ഏത് സാഹചര്യം വന്നാലും, എന്തെല്ലാം പ്രശ്നങ്ങൾ നമുക്കെതിരെ വന്നാലും, നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ വെച്ചുകൊള്ളാനായിട്ടൊരു കാര്യമുണ്ട്. യഹോവ തന്നെ ദൈവം എന്ന് വെച്ചാൽ യഹോവ തന്നെ എല്ലാ കാര്യങ്ങൾക്കും മേലെ അധികാരമുള്ളത്. ഇവിടെ തന്നെ 30-ലും 31-ലും വായിക്കാം. 4-ാം അധ്യായം. നീ ക്ലേശത്തിലാകുകയും ഇവയൊക്കെയും നിന്റെ മേൽ വരികയും ചെയ്യുമ്പോൾ നീ ഭാവി കാലത്ത് നിന്റെ ദൈവമായ യഹോവയുടെ അടുക്കിലേക്ക് തിരിഞ്ഞ് അവന്റെ വാക്ക് അനുസരിക്കും. നിന്റെ ദൈവമായ യഹോവ കരുണയുള്ള ദൈവമല്ലോ, അവൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല, നശിപ്പിക്കുകയില്ല. നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്തിട്ടുള്ള തന്റെ നിയമം മറക്കുകയുമില്ല. നമുക്കൊരു പ്രയാസം, ക്ലേശം വരുമ്പോൾ നമ്മൾ കർത്താവിലേക്ക് തിരിഞ്ഞ് കർത്താവിലേക്ക് തിരിയണം. കർത്താവിന്റെ വചനം ഓർക്കണം. പറയുന്നത് അവൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല, നശിപ്പിക്കുകയില്ല, നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്തിട്ടുള്ള തന്റെ നിയമം മറക്കുകയുമില്ല. എത്ര വലിയ വചനമായത്! ഞാൻ പറഞ്ഞല്ലോ, ഈ വചനം കേൾക്കുക അല്ലാതെ വേറെ ഒരു നിവൃത്തിയും ഇല്ല. ദൈവത്തിന്റെ വിടുതൽ നമ്മൾ അനുഭവിക്കാൻ വേണ്ടി ഏത് സാഹചര്യത്തിലും. എൻ്റെ ഒരു അനുഭവം ആണ് ഈ വാക്യം എനിക്ക് കഴിഞ്ഞ ആഴ്ച എനിക്ക് തന്നത്. അതായത് ഞങ്ങളുടെ ഹോസ്പിറ്റലില് കഴിഞ്ഞ ദിവസം പെട്ടെന്ന് ഒരു പേഷ്യന്റ്, ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടായി. ഞാൻ ഇന്ന് രാത്രിയിൽ വന്നതിന് ശേഷമാണ് ആ കോംപ്ലിക്കേഷനെ പറ്റി അവരെന്നെ അറിയിച്ചത്.
ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കോംപ്ലിക്കേഷൻ ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടായി. നമുക്കത് ഡെലിവറി സംബന്ധിച്ച് ബന്ധമില്ല, ശ്വാസകോശത്തിൽ ഇച്ചിരി തടസ്സം ഉണ്ടായി. അപ്പം ഇത് ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണല്ലോ, കാരണം നമുക്ക് ശ്വാസകോശം നമ്മൾ ശ്വസിക്കാതെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ലല്ലോ. വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പ്രശ്നമായിരുന്നു. ഞങ്ങൾ പലരെയും അപ്പൊ കറക്റ്റ് ഇത് സംഭവിക്കുന്ന വ്യാഴാഴ്ച വൈകിട്ടാ. ആക്ച്വലി വ്യാഴാഴ്ച വൈകിട്ട് നമ്മുടെ ചേർച്ചിന്റെ ബൈബിൾ സ്റ്റഡി തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ്. അപ്പൊ എനിക്ക് അതിന് വേണ്ടിയുള്ള ആവശ്യമുള്ള നിർദ്ദേശങ്ങൾ തരികയും ബാക്കി കാർഡിയോളജി ഡോക്ടറെയും ഗൈനക്കോളജി ഡ്യൂട്ടിയും ഇവരെല്ലാം ആക്ച്വലി പൾമോളജി ഡോക്ടറിന്റെ കാര്യം ഒക്കെ അന്വേഷിച്ചേ പറ്റുള്ളൂ. ഈ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു, ഫോൺ കോൾസ് വന്നുകൊണ്ടിരിക്കുവായിരുന്നു. അതിനിടയ്ക്ക് എന്റെ മനസ്സിൽ ചെയ്തിട്ട് എന്റെ മനസ്സിൽ, കർത്താവെ എനിക്ക് അങ്ങയുടെ വചനം കേൾക്കണം, എനിക്ക് ഭയങ്കര ആഗ്രഹം. അതുകൊണ്ട് പേഷ്യന്റെ കാര്യം ചെയ്യേണ്ടത് ഞാൻ ചെയ്തു. ഇനി ബാക്കി കർത്താവ് നോക്കുമെന്ന് ഉറപ്പായിട്ട് ഞാൻ ഹാളിലോട്ട് പോയി. ആദ്യം ഞാൻ ചെയ്ത കാര്യം, നമ്മൾ ആവർത്തനത്തിൽ ഒരു വാക്യം വായിച്ചു, നിന്റെ മനസ്സിൽ അത് വെക്കണം. ഞാൻ ആ വാക്യം ഒന്നുകൂടെ വായിക്കാം. പലപ്പോഴും നമ്മുടെ മനസ്സിൽ നമ്മൾ വെക്കാറില്ല, അതാണ് നമുക്ക് വരുന്ന പ്രശ്നം. 39ാമത്തെ വാക്യം, നീ ഇന്ന് അറിഞ്ഞ മനസ്സിൽ വെച്ചുകൊള്ളുക. അതായത് നമ്മുടെ മനസ്സിനെ ആക്ച്വലി കൺട്രോൾ ചെയ്യുന്നത് നമ്മൾ തന്നെയാണ്, വേറെ ആരുമല്ല. നമ്മുടെ മനസ്സിനെ നമ്മൾ ദൈവവചനം വെച്ച് കൺട്രോൾ ചെയ്താൽ അത് ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് മാറും. അല്ല, നമ്മുടെ പ്രശ്നങ്ങൾ വെച്ച് കൺട്രോൾ ചെയ്താൽ നമ്മുടെ അധപതനത്തിന് തന്നെ കാരണമാവുകയും ചെയ്യും. അപ്പൊ ഞാൻ ഹാളിൽ പോയി ഇരുന്നു വചനം കേൾക്കാനായിട്ട്. കറക്റ്റ് ആ സമയത്ത് ദൈവവചനം വചനം പ്രസംഗിച്ച ദാസൻ ഇങ്ങനെയാ പറഞ്ഞത്. അതായത് 10 പേര് സ്പൈ ചെയ്യാനായിട്ട് പോയി. ഇസ്രായേൽ മക്കളിൽ 10 പേരെ അയച്ചു ഒറ്റ നോക്കാനായിട്ട്. 12 പേരെ അയച്ചു. 10 പേര് തിരിച്ചു വന്ന് വളരെ ഡിസ്കറേജിങ് ആയിട്ടുള്ള വാക്കുകൾ പറഞ്ഞു. ഒരിക്കലും നമുക്ക് ആ ദേശം കൈവശമാക്കാൻ പറ്റത്തില്ല. ഒരു കാരണം, അവർ നമ്മളെക്കാളും വലിയ മല്ലന്മാരാ. 2 പേരുണ്ടായിരുന്നുള്ളൂ ദൈവവചനം പറഞ്ഞ് അവരെ എൻകറേജ് ചെയ്യാനായിട്ട്. പക്ഷെ ജനം എന്താ ചെയ്തെന്നറിയാമോ? ജനം നേരെ തിരിഞ്ഞു. 10 പേര് മനുഷ്യൻ പറഞ്ഞത് കേട്ടു, ദൈവം പറഞ്ഞത് കേട്ടില്ല. മനുഷ്യൻ പറയുന്നതും നമ്മുടെ സ്വന്തം മനസ്സ് പറയുന്നതും നമ്മൾ കേട്ടാൽ വിശ്വാസമായിട്ട് അത് വരത്തില്ല. വിശ്വാസം വന്നാൽ മാത്രമേ കർത്താവിന് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. വിശ്വാസം എങ്ങനെയാ വരുന്നത്? ദൈവത്തിന്റെ ക്രിസ്തുവിന്റെ വചനം കേൾക്കുന്നതിനാൽ. ഞാൻ മറിയയുടെയും സക്രിയാവിന്റെയും കാര്യം ആലോചിക്കുമായിരുന്നു. സക്രിയാവിനോടും ദൈവദൂതൻ വന്ന് പറഞ്ഞു ഒരു മകനുണ്ടാവും. മറിയയോടും പറഞ്ഞു. സക്രിയാവിന് പിന്നെയും ഡൗട്ടായിരുന്നു, ഇത് എങ്ങനെ അത് നടക്കുമോ ഇല്ലയോ. അതുകൊണ്ട് എന്ത് പറ്റി? സക്രിയാവിന് ഒരു പ്രയാസത്തിൽ കൂടി കടന്നു. ദൈവത്തിന്റെ വചനം ദൈവം നിവർത്തിച്ചു. പക്ഷെ ദൈവത്തിന് സക്രിയാവിന് ഇതിനെപ്പറ്റി സംസാരിക്കാനോ ഒന്നും പറ്റിയില്ല. കുഞ്ഞുണ്ടാകുന്നത് വരെ ദൈവം അവന്റെ വായ അടച്ചു. അതേസമയം മറിയ കർത്താവ് കൽപ്പിച്ചത് അടിയന് ഭവിക്കട്ടെ എന്നുള്ള ആ വിശ്വാസത്തോടെ അത് കൈക്കൊണ്ടു. അപ്പം ഞാൻ ഓർക്കായിരുന്നു, ഈ 10 പേരുടെ അവിശ്വാസം നമുക്ക് മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും നമ്മുടെ വാക്കുകൾ കൊണ്ട്. അവരുടെ വിശ്വാസം നമുക്ക് കെടുക്കാൻ പറ്റും. അപ്പൊ 10 പേര് മുഴുവൻ ഇസ്രായേൽ 20 ലക്ഷം ആൾക്കാരുടെ വിശ്വാസത്തെ കെടുത്തി. അതുകൊണ്ട് എന്ത് പറ്റി? 40 വർഷം എടുത്തു അവർക്ക് വിടുതൽ കിട്ടാനായിട്ട്. നമ്മുടെ ജീവിതത്തിൽ പല സാഹചര്യങ്ങളിലും നമുക്ക് ഒരു വിടുതൽ കിട്ടാത്തത്, അല്ലെങ്കിൽ ഒരു പ്രയാസത്തിൽ നിന്നുള്ള ഒരു ഡെലിവറൻസ് കിട്ടാത്തത് നമ്മൾ ദൈവത്തിന്റെ വചനം കേട്ട് വിശ്വസിക്കാത്തത് കൊണ്ട് മാത്രമാണ്. എത്ര വലിയ പ്രോബ്ലം ആണെങ്കിലും ദൈവത്താൽ അസാധ്യമായിട്ടില്ല. ഈ വചനം, ദൈവത്തിന്റെ വചനം പ്രിയദാസൻ പറയുന്നത് ഞാൻ കേട്ടപ്പോൾ എന്റെ ഹൃദയത്തിൽ അത് വിശ്വാസമായി മാറി. ആക്ച്വലി ദൈവത്തിന്റെ വചനം കേൾക്കുന്നതിന് മുമ്പ് നമ്മുടെ മനസ്സിനെ നമ്മൾ സ്വസ്ഥമാക്കേണ്ട ആവശ്യമുണ്ട്. കർത്താവെ, ഞാൻ അങ്ങനെ അത്രയും നേരം ഞാൻ എന്റെ പ്രശ്നത്തെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. പക്ഷെ ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, ഞാൻ ദൈവത്തിന്റെ വചനം ശ്രദ്ധിക്കാൻ പോവാ, ബാക്കിയെല്ലാം മാറ്റി വെച്ചിട്ട്. അത് കഴിഞ്ഞ് ഞാൻ കേൾക്കുന്നത് ഈ കാര്യം, അതായത് ഈ 10 ചാരന്മാര് ജനത്തെ ഡിസ്കറേജ് ചെയ്തപ്പോൾ. അപ്പൊ ഞാൻ പറഞ്ഞു, കർത്താവെ, ഞാൻ ആ 2 പേരുടെ കൂട്ടത്തില, ഞാൻ അങ്ങയിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്റെ മനസ്സിനെ ക്വയറ്റ് ആക്കി. നിങ്ങൾ വിശ്വസിക്കത്തില്ല, ആ മീറ്റിംഗ് കഴിഞ്ഞ ഉടനെ തന്നെ ആക്ച്വലി രണ്ടാമത്തെ കാര്യം നമ്മൾ ചെയ്യേണ്ടത്, ആക്ച്വലി ഞാനത് ചെയ്തു. ചേർച്ചിൽ ആ മീറ്റിംഗ് കഴിഞ്ഞോണ്ട് എന്നിട്ട് പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിച്ചു. അത് ഒട്ടും താമസിക്കാതെ തന്നെ എനിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് കോൾ വന്നു. പേഷ്യന്റ് ഒത്തിരി ബെറ്ററായി. അടുത്ത ദിവസം രാവിലെ, അതായത് ഇന്നലെ രാവിലെ ഞാൻ പേഷ്യന്റിനോട് തന്നെ ചോദിക്കുമ്പോൾ പേഷ്യന്റ് എൻ്റെ അടുത്ത് പറഞ്ഞു, മാഡം 80 to 90% ബെറ്റർ ആണ്. ദൈവം നമ്മുടെ വിശ്വാസം കേൾവിയാലും
ക്രിസ്തുവിന്റെ കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. ക്രിസ്തുവിന്റെ വചനം, ബൈബിളിലെ വചനം കേൾക്കുക അല്ലാതെ നമ്മുടെ വിശ്വാസം വർദ്ധിക്കാനായിട്ട് ഒരു മാർഗവും ഇല്ല. വിശ്വസിക്കുമ്പോൾ കർത്താവ് പ്രവർത്തിക്കാൻ പോവുക. ഞാൻ 1-2 എക്സാമ്പിൾസും കൂടെ എന്റെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ഞാൻ 10-20 വർഷം 15 വർഷം മുമ്പേ ഞാൻ TMM വർക്ക് ചെയ്യുമായിരുന്നു. ആ സമയത്ത് ഒരു പേഷ്യന്റ്, ഞാൻ ആക്ച്വലി ഡ്യൂട്ടിയിലല്ലായിരുന്നു, ഞാൻ വീട്ടിലായിരുന്നു. ഞായറാഴ്ച ഉച്ചയ്ക്ക് എന്റെ വീട്ടിൽ ഫുൾ ഗസ്റ്റ് വന്നിരിക്കുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഒരു കോള് വന്നു. ഒരു പേഷ്യന്റ് ഒന്ന് ഓടി വരാമോ എന്ന് ചോദിച്ചു. ഒരു പേഷ്യന്റ് ഒരു കോംപ്ലിക്കേഷൻ ആയി ഭയങ്കര ബ്ലീഡിംഗ് ആയി. ഞാൻ അകത്ത് കൊണ്ടുപോയിട്ട് പേഷ്യന്റ് കോംപ്ലിക്കേഷൻ കേട്ടതുകൊണ്ട് ഞാൻ ഉടനെ പോയി. അപ്പൊ എന്നോട് വിളിച്ച ആള് ഒരു കാര്യം പറഞ്ഞു, ബീനയെ ഞാൻ വിളിക്കുന്നത് ബീന വന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയാ. ഇവിടെ ആക്ച്വലി സീനിയേഴ്സ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് എല്ലാവരും ഉണ്ട്. ഇങ്ങനെ ഒരു വാക്യം പറഞ്ഞേച്ച് ആണ് ഞാൻ പോകുന്നത്. ഞാൻ സ്കൂട്ടർ എടുത്തോണ്ടന്ന് പോകുന്ന വഴിക്ക് കർത്താവ് എനിക്ക് ഒരു വാക്യം ഓർപ്പിച്ചു തന്നു. മനുഷ്യന്റെ മുമ്പിൽ എന്നെ ഏറ്റു പറയുന്ന ഏവനെയും പിതാവിന്റെ മുമ്പിൽ ഞാനും ഏറ്റു പറയും. മനുഷ്യന്റെ മുമ്പിൽ എന്നെ ഏറ്റു പറയുന്ന ഏവനെയും പിതാവിന്റെ മുമ്പിൽ ഞാനും ഏറ്റു പറയും. ഞാൻ ഈ വചനം ദൈവം അപ്പം ക്രിസ്തുവിന്റെ വചനമാണെന്ന് ഓർത്തോണം. ഞാൻ അവിടെ ചെന്നപ്പോഴും പേഷ്യന്റിന് വേണ്ടി ചെയ്യുന്ന പേഷ്യന്റ് സിവിയർ ബ്ലീഡിങ്, ഒരു റെയർ കോംപ്ലിക്കേഷൻ ഓഫ് ഡെലിവറി, ആംനിയോട്ടിക് ഫ്ലൂയിഡ് എംബോളിസം എന്ന് പറയും, ആയിട്ട് പേഷ്യന്റിന് ഓൾമോസ്റ്റ് ശ്വാസം ഇല്ല, സിവിയർ ബ്ലീഡിങ്. ഞാൻ ബഹുമാനിക്കുന്ന സീനിയർ ഡോക്ടേഴ്സ് ഉണ്ട്, അവർ വേണ്ടിയതെല്ലാം ചെയ്യുക. അപ്പൊ ഞാൻ അവിടെ ചെന്നുടനെ ആക്ച്വലി ഞാൻ അനസ്തീഷ്യ സൈഡിലിരുന്ന വളരെ സീനിയർ ഒരു ഡോക്ടറുണ്ട്, പുള്ളിക്കാരിയോട് ഞാൻ ചോദിച്ചു, ഞാൻ പ്രാർത്ഥിക്കട്ടെ, കാരണം എന്റെ മനസ്സിൽ ഈ വാക്യം ഉണ്ടല്ലോ, എന്നെ വിളിച്ചതും അതിനു വേണ്ടിയാ. ഞാൻ വിളിച്ചു, മാഡം പ്രാർത്ഥിക്കട്ടെ. അപ്പൊ ആക്ച്വലി എന്നെ പുള്ളിക്കാരി, നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കുകയല്ലയോ ചെയ്യുന്നത് മാഡം ബീന എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ മനസ്സിൽ ഞാൻ ശരിയാണല്ലോ എന്ന് വിചാരിച്ച് ഞാനും ബാക്കി എല്ലാ കാര്യങ്ങളും ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങി, ബ്ലഡ് കൊടുക്കാനും എല്ലാം. പേഷ്യന്റ് മോശമായി ജീവനെ ഇല്ലാതായിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് എന്റെ മനസ്സിൽ പിന്നെ ഈ വാക്യം വന്നു, മനുഷ്യന്റെ മുമ്പിൽ എന്നെ കൺഫ്യസ് ചെയ്യുന്ന ആരെയും പിതാവിന്റെ മുമ്പിൽ ഞാനും കൺഫ്യസ് ചെയ്ത് പറയുന്നു. ഇഫ് യു കൺഫ്യസ് മീ ബിഫോർ മെൻ, ഐ വിൽ കൺഫ്യസ് യു ബിഫോർ മൈ ഫാദർ ഹു ഇസ് ഇൻ ഹെവൻ. ഇമീഡിയറ്റ്ലി ഞാൻ ഒരു പ്രാവശ്യം കൂടെ എന്റെ സീനിയർ ഡോക്ടർ കോശിയോട് പെർമിഷൻ ചോദിച്ചു, സാർ ഞാനൊന്ന് പ്രാർത്ഥിച്ചോട്ടെ. ഉടനെ അദ്ദേഹം പറഞ്ഞു, തീർച്ചയായും പ്രാർത്ഥിക്കും ബീന എന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് വിശ്വസിച്ച് ഞാൻ 2 ലൈൻ പ്രാർത്ഥിച്ചു, കർത്താവെ ഈ പേഷ്യന്റിനെ ഞങ്ങൾക്ക് നടന്ന് വെളിയിൽ കൊണ്ടുപോകണം നാളെ തന്നെ. കർത്താവ് അത് ചെയ്യണം, കർത്താവ് പ്രവർത്തിക്കണം. കർത്താവ് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത്രേ ഞാൻ പ്രാർത്ഥിച്ചുള്ളൂ. പ്രാർത്ഥിച്ച് ആമേൻ പറഞ്ഞു. ആക്ച്വലി എന്താ സംഭവിച്ചെന്നറിയാമോ? പേഷ്യന്റ് ബ്ലീഡിങ് ഇമ്മീഡിയറ്റ്ലി നിന്നു. പേഷ്യന്റ് കണ്ണ് തുറന്നു. പേഷ്യന്റ് കൈ എടുക്കാൻ തുടങ്ങി. പേഷ്യന്റ് ഓക്സിജൻ മാറ്റി. ഞാൻ പ്രാർത്ഥിച്ച കാര്യം വിശ്വാസത്തോടെ ദൈവത്തെ കൺഫ്യസ് ചെയ്ത് യേശു കർത്താവിന് നാം പ്രാർത്ഥിച്ച കാര്യം നടന്നു. അടുത്ത ദിവസം പേഷ്യന്റ് നടന്ന് ലേബർ റൂമിൽ നിന്ന് വെളിയിൽ പോയി. ഞാൻ പറയാൻ വന്നത്, ക്രിസ്തുവിന്റെ വചനം നമ്മൾ അനുസരിക്കുമോ അതോ നമ്മുടെ പ്രോബ്ലംസിനെ മാത്രം നമ്മൾ കാണുമോ? ഞാൻ ഇന്നലെ ഞങ്ങള് ഹോസ്പിറ്റലായിരിക്കുമ്പോൾ ഒരു വളരെ സിക്കായിട്ടുള്ള ഒരു പേഷ്യന്റ് ഉണ്ടായിരുന്നു ICUല്. ആ പേഷ്യന്റ് അടുത്ത് പോയി, ആക്ച്വലി ഞാൻ വേറൊരു പേഷ്യന്റെ കാര്യമാണ് പറയുന്നത്. ആ പേഷ്യന്റ് അടുത്ത് പോയി ഞാൻ വളരെ ആ പേഷ്യന്റ് എന്താ കണ്ടീഷന് പോലും മനസ്സിലാകാൻ പറ്റാത്ത രീതിയിലുള്ള പേഷ്യന്റ്. ഞാൻ വിശ്വസിച്ച് പേഷ്യന്റ് അടുത്ത് നിന്ന് പ്രാർത്ഥിച്ചു. പേഷ്യന്റ്, ഞാൻ വിശ്വസിക്കുക ആ പേഷ്യന്റ് ദൈവം ഹി ഹു ഓണേഴ്സ് മീ, എന്നെ മാനിക്കുന്നതിനെ ഞാൻ മാനിക്കുന്നു പറഞ്ഞ ദൈവം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുക. ഞാൻ ഒരു കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയട്ടെ, എങ്ങനെയാണ് ഈ വചനം നമ്മുടെ ജീവിതത്തിൽ വരുന്നത്? നമ്മൾ പറഞ്ഞു വചനം കേൾവി, വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും. ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യമാണ് നമ്മൾ മറ്റുള്ളവർക്ക്, നമ്മൾ വചനം കേൾക്കാൻ ശ്രമിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ വചനം കേൾക്കാനായിട്ട് എന്റെ മനസ്സിനെ ക്വയറ്റാക്കി പോയി ചേർച്ചിന്റെ ബൈബിൾ സ്റ്റഡിയിൽ പോയി ഇരുന്നപ്പോഴാണ് എനിക്ക് വിശ്വാസം വന്നത്. കർത്താവ് എന്നെ മാനിച്ചു, ആ വിശ്വാസത്തെ മാനിച്ചു. പേഷ്യന്റ് ഒത്തിരി ബെറ്ററായി. നമ്മുടെ ഓരോ കാര്യങ്ങളും നമ്മൾ എങ്ങനെയാ ആക്ച്വലി നമ്മൾ ചേർച്ചിൽ ഇപ്പം 2 മാസത്തേക്കാണ് വെക്കേഷൻ ബൈബിൾ സ്കൂൾ വെച്ചിരിക്കുന്നത്. എന്തിനാ അത് വെച്ചിരിക്കുന്നത്? ഈ സമയത്ത് എങ്ങനെയെങ്കിലും കുഞ്ഞുങ്ങൾ ക്രിസ്തുവിന്റെ വചനം കേൾക്കണം, ഈ വചനം അവരുടെ ജീവിതത്തിൽ ഇരിക്കണം. ഞാൻ എപ്പോഴും ഓർക്കും, എൻ്റെ ഒരു മകള് ഒരു പ്രാവശ്യം കോളേജിൽ ജോയിൻ ചെയ്തപ്പോൾ പറഞ്ഞു, പണ്ട് നിങ്ങൾ കുടുംബത്തിൽ പഠിപ്പിച്ച വചനങ്ങളെല്ലാം ഇപ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ അത്
ഞാൻ പ്രാക്ടിക്കലായിട്ട് കാണുന്നത്. അപ്പൊ വചനം കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നതിന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് വളരെ അറിയാവുന്ന വാക്യം ഒന്നുകൂടെ വായിക്കാം. ആവർത്തന പുസ്തകം നമ്മൾ വായിച്ചത് അതിന്റെ 4-ാം അധ്യായം ആദ്യം വായിച്ചത്. 6-ാം അധ്യായം വായിക്കാം. 6-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം. 6-ാം അധ്യായത്തിന്റെ 6 തൊട്ട് 9 വരെ. ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം. നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം. അവയെ അടയാളമായി നിന്റെ കൈമേൽ കെട്ടണം. അവ നിന്റെ കണ്ണുകൾക്ക് മധ്യേ പട്ടമായി ഇരിക്കണം. അവയെ നിന്റെ വീട്ടിന്റെ കട്ടിളകളിന്മേലും പടിവാതുകളിന്മേലും എഴുതണം. ഓക്കെ, ഇത്രയും കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഓർക്കുമായിരുന്നു, നമ്മൾ മക്കളുമായിട്ട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ആരെങ്കിലുമായിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ എന്തുവാ സംസാരിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നമ്മളെ തന്നെ അവലോകനം ചെയ്യണം, നമ്മളെ തന്നെ ഒന്ന് സെർച്ച് ചെയ്യണം. ദൈവത്തിന്റെ വചനമാണോ നമ്മൾ സംസാരിക്കുന്നത്, അതോ നമ്മൾ ഒരു പ്രയോജനം ഇല്ലാത്ത കാര്യങ്ങളാണോ? പലപ്പോഴും ചിലപ്പോൾ നമ്മൾ സാധാരണ കാര്യങ്ങളായിരിക്കും, നമ്മൾ ചുമ്മാ സംസാരിച്ചിരിക്കുമായിരിക്കും. അതുകൊണ്ട് ഒരു കാരണവശാലും ആർക്കും ഒരു പ്രയോജനം വരത്തില്ല. ഞാൻ ഓർക്കുമായിരുന്നു, പക്ഷെ ദൈവത്തിന്റെ വചനം പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഇഫക്റ്റ് അന്നേരം കാണും. ഞാൻ ജസ്റ്റ് 2 ദിവസം മുമ്പ് ഞാൻ ചെറിയ മകളെ കോളേജിലോട്ട് കൊണ്ടുവിടാനായിട്ട് തുടങ്ങുന്ന സമയത്ത് വളരെ ഒത്തിരി പഠിത്തമൊക്കെ ആയിട്ട് ഒത്തിരി സ്ട്രെസ്ഡ് ഔട്ട് ആയിട്ട് കണ്ടു. ഞാൻ ആക്ച്വലി എനിക്ക് വചനം ഒരു വാക്യം മാത്രമേ അന്നെ രാവിലെ ഓർമ്മ വന്നുള്ളൂ, എനിക്ക് ധ്യാനിക്കാൻ പറ്റിയില്ല. പക്ഷെ ആ വാക്യം ഞാൻ 3, 4, 5 പ്രാവശ്യം മകളോട് പറഞ്ഞു. പിന്നെയും പറഞ്ഞു, മോളെ ഇങ്ങനെയാ ദൈവത്തിന്റെ വചനം പറയുന്നത് എന്ന് പറഞ്ഞിട്ട് ഒരു വ്യത്യാസവും കണ്ടില്ല. അവിടെ പോയി ഹോസ്റ്റലിൽ ചെന്നതിന് ശേഷം ഉടനെ എനിക്ക് മെസ്സേജ് അയച്ചു, അമ്മ ആ വചനം എനിക്ക് പറഞ്ഞതിന് നന്ദി, എന്റെ ഹൃദയം വിശ്വാസം കൊണ്ട് നിറഞ്ഞു. അപ്പൊ നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ ദൈവത്തിന്റെ വചനമാണോ പറയുന്നത് എന്ന് നമ്മൾ എപ്പോഴും പറയണം. അല്ലാതെ ബാക്കി നമ്മൾ എന്ത് പറഞ്ഞാലും ഒരു പ്രയോജനമില്ല പ്രിയപ്പെട്ടവരെ. ഞാനത് പിന്നെയും ഞാൻ ഓർപ്പിച്ചോളട്ടെ. ഈ 6-ാം അധ്യായത്തിന്റെ 20, 21 കൂടെ വായിക്കാം. ആവർത്തനം 6-ന്റെ 20, 21. നമ്മുടെ ദൈവമായ യഹോവ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള സാക്ഷ്യങ്ങളും ചട്ടങ്ങളും വിധികളും എന്താ എന്ന് നാളെ നിന്റെ മകൻ നിന്നോട് ചോദിക്കുമ്പോൾ നീ നിന്റെ മകനോട് പറയേണ്ടത് എന്തെന്നാൽ, ഞങ്ങൾ മിസ്രയീമിൽ ഫറവോന് അടിമകളായിരുന്നു, എന്നാൽ യഹോവ ബലമുള്ള കൈകൊണ്ട് ഞങ്ങളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ചു. അതായത് നിന്റെ മകൻ, ഇവിടെ പറയുന്ന മകൻ ചോദിക്കുമ്പോൾ പറയേണ്ടത്. നേരത്തെ പറഞ്ഞത് അല്ലാത്ത സമയത്ത് എനിക്ക് എപ്പോഴും ഞാൻ ചിന്തിക്കുന്ന വാക്യം, ഞാൻ പിന്നെ ഒന്ന് പറഞ്ഞോട്ടെ. 6-ാം അധ്യായം വാക്യം, നീ അവയെ നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം. നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും. ഇനി ഏതെങ്കിലും ഒരു സമയമുണ്ടോ? എന്താ കർത്താവ് പറയുന്നത്? അതായത് നിന്റെ വാക്കില്ല, നിന്റെ മക്കളോട് സംസാരിക്കുമ്പോൾ, നിന്റെ മക്കളോട് പറയുമ്പോൾ, മക്കളോട് മാത്രമല്ല നമ്മൾ ആരുമായിട്ടൊക്കെ കോണ്ടാക്ട് വരുന്നു. ഒരു വചനവും ചിലപ്പോൾ അറിഞ്ഞിട്ടില്ലാത്ത ആൾക്കാരായിരിക്കും. അവരോട് പറയാം. ഞാൻ എപ്പോഴും ചെയ്യാറുള്ള ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. ഇന്ന് ഞാൻ ബൈബിളിൽ വായിച്ചത് ഈ വചനം, ഇങ്ങനെ ഒരു കാര്യം ഞാൻ ഹോൾ ഡേ പലരോടും പറയാറുണ്ട്. ഇന്ന് ഞാൻ വായിച്ച വചനം ഇന്ന്, അല്ലെങ്കിൽ എന്റെ ബൈബിളിൽ ഇങ്ങനെ ഒരു വചനം എഴുതിയിട്ടുണ്ട്. ഈ കാര്യം നമ്മൾ എത്രമാത്രം നമ്മൾ ചെയ്യുമോ അത്രയും ദൈവം പ്രവർത്തിക്കും, അവരുടെ ഹൃദയത്തിൽ വിശ്വാസം കൊണ്ടുവരും. ഞാൻ പല എക്സാമ്പിൾസ് പറഞ്ഞല്ലോ. ഞാൻ ആ ഹോസ്പിറ്റലിലോട്ട് TMMലോട്ട് അന്ന് 15 വർഷം പോകുന്ന വഴിക്ക് ഈ വചനം പറഞ്ഞു, ഇഫ് യു കൺഫെസ് മീ ബിഫോർ മെൻ, ഐ വിൽ കൺഫെസ് യു ബിഫോർ മൈ ഫാദർ ഹു ഇസ് ഇൻ ഹെവൻ. നീ എന്നെ മനുഷ്യരുടെ മുമ്പിൽ ഏറ്റു പറഞ്ഞാൽ ഞാൻ എപ്പോഴും ഓർക്കും, കർത്താവെ ഞാൻ അങ്ങയുടെ വചനം അങ്ങാന്നല്ലോ ഏറ്റു പറഞ്ഞത്. കർത്താവ് അത് പ്രവർത്തിക്കും. അങ്ങനെ തന്നെ കർത്താവ് ചെയ്തു. പ്രത്യേകിച്ച് വേറെ ഒന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. സിമ്പിൾ ഫെയ്ത്തോടെ ആ മറിയ യേശു കർത്താവ് വന്ന് പറഞ്ഞു, ഏഞ്ചൽ വന്ന് പറഞ്ഞു, ഫോർ ദർ ഇസ് നത്തിങ് ഇമ്പോസിബിൾ വിത്ത് ഗോഡ് എന്ന് പറഞ്ഞപ്പോൾ ഒരു കന്യക എങ്ങനെ ഗർഭിണിയാകും? ഒരിക്കലും നടക്കാത്ത മറിയ അതങ്ങ് വിശ്വസിച്ചു. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ സാഹചര്യങ്ങൾ നോക്കണ്ട, നമുക്ക് ദൈവത്തിന്റെ വചനം വിശ്വസിച്ചാൽ മതി. അപ്പൊ ഞാൻ ഓർക്കുമായിരുന്നു, ഈ വചനം ഞാൻ എങ്ങനെയാ കേട്ടത്? ആക്ച്വലി VBS നടന്നുകൊണ്ടിരിക്കുക. ഞാനല്ല ക്ലാസ് ഒന്നും എടുക്കുന്നത്, പക്ഷെ ആഗ്രഹത്തോടെയും പ്രാർത്ഥനയോടെയും എല്ലാ മീറ്റിംഗ്സിനും ഇതുവരെ അറ്റൻഡ് ചെയ്യാൻ ദൈവം സഹായിച്ചു. ആ VBS കേട്ട വചനമാണ് എന്റെ ഹൃദയത്തിൽ വിശ്വാസമായി തീർന്നത്. VBS കേട്ട വചനം എന്തോ, faith comes by hearing and hearing by the word of Christ. കുഞ്ഞുങ്ങള് മനപ്പാഠ വാക്യം പറഞ്ഞ് നമ്മൾ എങ്ങനെയാണ് ഒരു വാക്യം, ഒരു സൺഡേ സ്കൂൾ അല്ലെ,
അത് വേറൊരാളുടെ മിനിസ്ട്രി അല്ലെങ്കിൽ അത് അവർക്ക് വേണ്ടിയുള്ളത്, അങ്ങനെയാണോ? അല്ല. ദൈവത്തിന്റെ വചനം എത്ര പ്രഷ്യസാ. ആ വചനം കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ വിശ്വാസം വരും. വേറെ ഒരു മാർഗവും ഇല്ല. നമ്മുടെ സാഹചര്യങ്ങൾ മോശമായി കൊണ്ടിരിക്കും ചിലപ്പോൾ, പക്ഷെ അതുകൊണ്ട് സാരമില്ല. നമുക്ക് ഞാൻ എപ്പോഴും ഓർക്കും, ഞാൻ അതായിരുന്നു കഴിഞ്ഞ ദിവസം മോളോട് പറഞ്ഞത്. അതായത് ശദ്രക് മേശക് അബേദ്നെഗോ, അടുത്ത ആഴ്ചത്തെ ലെസൺ ആക്ച്വലി അതാണ് VBSന്റെ. ശദ്രക് മേശക് അബേദ്നെഗോ എന്താ പറഞ്ഞത്? ഞങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിക്കാൻ കഴിയും. അവൻ വിടുവിച്ചില്ലേലും ഞങ്ങൾ ഈ ബിംബത്തിന്റെ മുമ്പിൽ വീഴുകയില്ല. ആ വിശ്വാസം കർത്താവ് നമ്മളിൽ ആഗ്രഹിക്കുക. ദൈവം സഹായിക്കട്ടെ. ആ വിശ്വാസം എന്റെ സാഹചര്യം നോക്കിയാൽ, സാഹചര്യത്തിന് മാറ്റം വരുന്നുണ്ടോ ഇല്ലയോ എന്നല്ല, ഞാൻ കർത്താവിനെ തന്നെ വിശ്വസിക്കും. എന്റെ ഹൃദയത്തിൽ അത് വെക്കും. ഹൃദയത്തിൽ വിശ്വാസമായി മാറും. ഞാൻ കാണുന്നവരോടൊക്കെ ദൈവത്തിന്റെ വചനം പറയും. കാരണം അവരുടെ ഹൃദയത്തിൽ അവരുടെ സാഹചര്യം മാറണമെങ്കിൽ ക്രിസ്തുവിന്റെ വചനത്തിന് മാത്രമേ സാധിക്കുള്ളൂ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും മറ്റുള്ളവരുടെ ജീവിതത്തിലും ക്രിസ്തുവിന്റെ വചനം നമുക്ക് പറയാം. നമുക്ക് വേറെ ഒത്തിരി ഒന്നും അറിയത്തില്ലായിരിക്കും. ആ വചനം അങ്ങ് പറഞ്ഞാൽ മതി, ബാക്കിയെല്ലാം കർത്താവ് ചെയ്തോളും. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ആർക്കെങ്കിലും ഒരാൾക്ക് പ്രാർത്ഥിച്ച് ദൈവം ശുശ്രൂഷ അവസാനിപ്പിക്കും. ദൈവം നമ്മളെ കർത്താവേ, ഇന്ന് ദിവസം തന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഈ ദിവസം കർത്താവെ ഞങ്ങൾക്ക് ഒരുമിച്ച് വരാൻ തന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. കർത്താവ്, പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ഈ സിസ്റ്റേഴ്സ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനുള്ള കൃപയ്ക്ക് താങ്ക് യു, നന്ദി പറയുന്ന കർത്താവെ. Lord, thank you for the word that we heard today, Father. Lord, help us to have that kind of faith in our daily lives, Father, to always look upon you, Father. കർത്താവ്, ഞങ്ങൾക്ക് എപ്പോഴും ആ ഒരു വിശ്വാസത്തോടെ എല്ലാ കാര്യങ്ങളും ചെയ്യുവാനും കർത്താവെ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവെ, ഇന്ന് വന്ന എല്ലാവരും അവർക്ക് പ്രാർത്ഥിക്കുന്നു കർത്താവെ, അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ആവശ്യങ്ങളിലൊക്കെ നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇന്ന് കൂടെ ഇരിക്കുന്നതിനായി സ്തുതിക്കുന്നു കർത്താവെ. കർത്താവെ, ഞങ്ങളുടെ ഡെയിലി ലൈഫിൽ ഞങ്ങൾക്ക് വരുന്ന പ്രശ്നങ്ങളിലും കർത്താവെ അങ്ങേ നോക്കി ജീവിക്കാൻ കർത്താവെ അങ്ങ് സഹായിക്കണേന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങ് മാത്രമുള്ളെന്നുള്ള ആ വിശ്വാസം എപ്പോഴും ഉറച്ചു നിൽക്കാൻ കർത്താവ് അങ്ങ് സഹായിക്കണേന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ സമയം ഇതിനായി സ്തോത്രം ചെയ്യുന്ന ബീനാനിക്ക് കൊടുത്ത എല്ലാ കുട്ടികൾക്കായിട്ട് അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവെ. എല്ലാ മാനമോത്വം അങ്ങേക്ക് എല്ലാ യേശു നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. Amen.